എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. പ്ലാക്കൽചോല നഗർ ദത്തെടുത്ത് എരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ. ചാലിയാർ പഞ്ചായത്തിലെ മുട്ടിയേൽ വാർഡിൽ ഉൾപ്പെട്ട പ്ലാക്കൽചോലയിലെ 26 ഗോത്രവർഗ കുടുംബങ്ങൾ താമസിക്കുന്ന ഗ്രാമമാണ് NSS ദത്തെടുത്തതെന്ന് ഭാരവാഹികൾ നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. Super Absorbent Poppy's Diapers. പാതിവഴിയിൽ പഠനം നിലച്ചുപോയ കുട്ടികളെ വീണ്ടും ക്ലാസുകളിൽ എത്തിച്ച് അവരുടെ തുടർ വിദ്യാഭ്യാസമാണ് ഇതിൽ പ്രധാനം. ഇതിന് ആവശ്യമായ എല്ലാ സഹായവും സ്കൂൾ മാനേജ്മെന്റും PTA കമ്മിറ്റിയും ചേർന്ന് ഒരുക്കുമെന്ന് NSS പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോശി പറഞ്ഞു. നമ്മുടെ പ്ലാക്കൽചോല നിങ്ങൾക്കറിയാം, മാഠ്യംപാറയ്ക്ക് മുകളിൽ ഒരു കിലോമീറ്റർ മുകളിലുള്ള പ്ലാക്കൽചോല കോളനി. ആ കോളനിയിൽ ഏതാണ്ട് 28 കുടുംബങ്ങളിലൂടെ 100ഓളം 96ഓളം വ്യക്തികളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാരാണ്. ആ കോളനിയെ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS അധ്യാപകരുടെയും PTA മാനേജ്മെന്റിന്റെയും സ്റ്റാഫിന്റെ ഒക്കെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ദത്തെടുക്കുകയാണ്. അപ്പൊ NSSന് ശരിക്കും സംസ്ഥാന സെല്ല് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഒരു ദത്ത് ഗ്രാമം എന്നുള്ളത്. അപ്പൊ ഇത് ഞങ്ങൾ നാമമാത്രമായിട്ടല്ല, ആ ഗ്രാമത്തില് നല്ല രീതിയിൽ കുറച്ച് പരിപാടികൾ ആവിഷ്കരിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ആ ഗ്രാമത്തെ ദത്തെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷക്കാലത്ത്, ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മുടെ വയനാട് മുണ്ടക്കൈയിലൊക്കെ ഉണ്ടായ ചൂരൽമലയിലൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടൽ സമയത്ത് ഈ കോളനി വാസികൾ ഞങ്ങളുടെ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കടന്നു വരികയും ഏതാണ്ട് 10ഓളം ദിവസങ്ങൾ അവര് സ്കൂളിലുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി രാപകലില്ലാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുണ്ടായിരുന്നു. അപ്പൊ അതിന് കുട്ടികൾക്ക് അവരോട് ഒത്തിണങ്ങി ആ കൊച്ചു കുട്ടികളോടുകൂടിയും ആ മാതാപിതാക്കളോടുകൂടിയും ആ വയോജനങ്ങളോടും ചേർന്നപ്പോൾ സാർ നമുക്ക് ഈ ഗ്രാമത്തെ നമ്മളോടൊന്ന് ചേർത്ത് വെക്കുകയില്ലേ, അതാണ് അവർക്കുണ്ടായ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടികൾ ആ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ 2-3 പ്രാവശ്യമായിട്ട് കടന്നു ചെന്നു, ഒരു സർവേ നടത്തി. അതിനെല്ലാം ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് മനോഹരമായി അവിടെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനാഘോഷം NSSന്റെ നേതൃത്വത്തിലാണ് നടത്തിയത്. അങ്ങനെ ഭംഗിയായിട്ട് അവർക്ക് പൈസൊക്കെ കൊടുത്തു, കൊടികളൊക്കെ ഉയർത്തി, സന്ദേശം കൊടുത്തു. പിന്നെ ഇടയ്ക്ക് എല്ലാ ഞായറാഴ്ചകളിലും, മാസത്തിൽ 2-3 ഞായറാഴ്ച, അതുപോലെ അവധി ദിവസങ്ങൾ കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് ഈ പ്ലാക്കൽചോല ഗ്രാമത്തിലെത്തുകയും ആ കുട്ടികളുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയും അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ക്രമീകരണങ്ങൾ NSSന്റെ വളണ്ടിയേഴ്സ് സ്വമേധയാ ചെയ്തുകൊണ്ടിരിക്കുകയും. നാഷണൽ സർവീസ് സ്കീമിന്റെ സംസ്ഥാന സെല്ലിന്റെ ആഹ്വാനം ഏറ്റെടുത്താണ് പ്ലാക്കൽചോല നഗറിനെ ദത്ത് ഗ്രാമമായി ഏറ്റെടുക്കുന്നത്. ഗ്രാമവാസികൾക്കായി ഒരു ഓപ്പൺ വായനശാല ഒരുക്കും. വർത്തമാന പത്രങ്ങൾ, കുട്ടികളുടെ മാസികകൾ ഉൾപ്പെടെ ഉറപ്പുവരുത്തും. അവധി ദിവസങ്ങളിൽ കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇവിടെയെത്തി വായനയുടെ പുരോഗതി വിലയിരുത്തും. ഇവർക്കൊപ്പം കലാപരിപാടികൾ ഒരുക്കി ഇവരെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കും. കലാകായിക രംഗത്തും ഇവർക്ക് ആവശ്യമായ പ്രോത്സാഹനം ഒരുക്കും. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനം പ്ലാക്കൽചോല നഗറിലെ കുടുംബങ്ങൾക്കൊപ്പമാണ് NSS വോളണ്ടിയർമാർ ആഘോഷിച്ചത്. തിരുവോണവും ഇവർക്കൊപ്പം ആഘോഷിക്കും. ഈ ഗ്രാമത്തെ ലഹരി മുക്തമാക്കുക എന്നതും പ്രധാന ലക്ഷ്യമാണ്. ITDP ഉൾപ്പെടെയുള്ള വകുപ്പുകളുമായി ചേർന്ന് പ്ലാക്കൽചോലയുടെ വികസന പ്രവർത്തനങ്ങൾക്കും NSS നേതൃത്വം നൽകും. പട്ടികവർഗ വിഭാഗത്തിൽ വലിയ തോതിൽ കുട്ടികൾ പാതിവഴിയിൽ പഠനം നിർത്തുന്ന സാഹചര്യത്തിൽ അവരുടെ തുടർ വിദ്യാഭ്യാസം എന്ന NSS പ്രഖ്യാപിത ലക്ഷ്യത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്.
ഇക്കുറി തിരുവോണാഘോഷം തങ്ങൾ ദത്തെടുത്ത പ്ലാക്കൽ ചോല ഗ്രാമത്തിലെ കുടുംബങ്ങൾക്കൊപ്പം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് NSS യൂണിറ്റ്. നിലമ്പൂർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ ജെയിംസ് കോശി, PTA പ്രസിഡന്റ് KM ഷംസുദ്ദീൻ, വൈസ് പ്രസിഡന്റ് ഉണ്ണി പാലത്തിങ്ങൽ, MTA പ്രസിഡന്റ് MM റസിയ, NSS യൂണിറ്റ് ഭാരവാഹികളായ ഫാത്തിമ റൈന, ശാലിനി യോഹന്നാൻ എന്നിവർ പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും 50% വരെ പണിക്കൂലിയിൽ കിഴിവ്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ 30% വരെ കിഴിവ്. ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം. ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ബമ്പർ സമ്മാനം 100 പവൻ, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക് 2.25 കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ. ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക.